Hey guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സി മേജർ കോർഡ് പ്ലേ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് കോർഡ് ഡയഗ്രാം റീഡ് ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ചെക്ക് ചെയ്താൽ മതി. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, കോർഡ് ഡയഗ്രാംസിനെ കുറിച്ചും അതെങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ തൊട്ട് ഒരു സീരീസാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഓരോ കോർഡ് നമ്മളിങ്ങനെ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ ഒരു സീരീസ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോർഡ് പ്ലേ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് കോർഡ് പ്ലേ ചെയ്യാൻ പോകുന്ന അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ്. അപ്പോൾ നമ്മൾ എല്ലാ കോർഡ്സും നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓരോ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാ കോർഡ്സും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് കോർഡ് സി മേജർ കോർഡാണ്. അപ്പോൾ സി മേജർ കോർഡ് ഒരു ബേസിക് കോർഡാണ്, ബേസിക് ഷേപ്പ്, വൈഡ്ലി യൂസ്ഡ് കോർഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പ്ലേ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ സി മേജർ കോർഡ് നമ്മൾ ബേസിക് ഷേപ്പ് വെച്ചിട്ടാണ് കോർഡ് പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ. അപ്പോൾ അതിൻ്റെ പൊസിഷനിങ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കോർഡ് ചാർട്ട് കണ്ട അതിൽ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത് ഫസ്റ്റ് ഫ്രെറ്റിലെ സെക്കൻഡ് സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ എടുത്തിട്ട് നമ്മൾ ഗിറ്റാറിൻ്റെ ഫസ്റ്റ് ഫ്രെറ്റ് നോക്കിയിട്ട് 1 2, അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെച്ച്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിലെ ഫോർത്ത് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫിംഗർ എടുത്തിട്ട് സെക്കൻഡ് ഫ്രെറ്റിലെ ഫോർത്ത് സ്ട്രിങ് ഇവിടെ. ഇനി നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് നമ്മൾ തേർഡ് ഫ്രെറ്റിൽ ഫിഫ്ത്ത് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ തേർഡ് ഫ്രെറ്റ് ഫിഫ്ത്ത് സ്ട്രിങ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫിംഗർ അവിടെ പ്ലേസ് ചെയ്ത് ഇനി നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്താൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ആംഗിൾ ഒന്ന് ശകലം ഒന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്താൽ ഈ ഒരു ആംഗിളിൽ വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആ കോർഡ് ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് നമ്മളെ തം ഈ ഫ്രെറ്റ് ഫോണിൻ്റെ ബാക്കിൽ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഫിഫ്ത്ത് സ്ട്രിങ് തൊട്ട് പ്ലേ ചെയ്യണം. അപ്പോൾ കോർഡ് ചാർട്ട് നോക്കിയാൽ ആ 6 സ്ട്രിങ്ങിൽ ഒരു എക്സ് എന്നുള്ള ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ 6 സ്ട്രിങ് മ്യൂട്ടായിട്ട് വയ്ക്കണം, അത് പ്ലേ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഫിഫ്ത്ത് സ്ട്രിങ് തൊട്ട് ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആകുമ്പോൾ ചിലപ്പം സൗണ്ട് ഇങ്ങനെയൊക്കെയാണ്, ചിലതൊന്നും ഫുള്ളായിട്ട് റിങ് ആവില്ല. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ആ സ്ട്രിങ് എല്ലാം റിങ് ആവും. അപ്പം പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് ആ ഫിംഗർ സ്ട്രെങ്ത് ബിൽഡ് ആവും. അപ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ആ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞാനും ഗിറ്റാർ പഠിച്ച് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ആദ്യത്തെ കോർഡ് പ്ലേ ചെയ്തപ്പോൾ അത് ക്ലിയറായിട്ട് റിങ് ആയില്ല എല്ലാ സ്ട്രിങ്ങും. എനിക്ക് ഇതുപോലത്തെയൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇതിൽ ഒരു സൊല്യൂഷൻ പ്രാക്ടീസാണ്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മതി. ആ ഫിംഗർ സ്ട്രെങ്ത് ഒക്കെ ബിൽഡ് ആവും. അപ്പോൾ നല്ലപോലെ ഇതുപോലെ കേൾക്കാൻ പറ്റും.